ഹായ്, സായാഹ്നവന്ദനം. സൈലം PSCയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ക്ലാസ് കാണുന്ന മക്കൾക്കതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. കുഴപ്പമില്ല, നമുക്ക് പ്രധാനം കുറച്ച് കണ്ടൻറ്റ് കിട്ടുക എന്നുള്ളതാണല്ലേ. ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ APO പരീക്ഷയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് തന്നെ കണ്ടോളൂ. സാധാരണ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ ആ പരീക്ഷയോടനുബന്ധിച്ചൊക്കെ വരുന്ന പല ചോദ്യങ്ങളും ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു മുൻകരുതൽ എന്നോണമാണ് ഇപ്പം ഞാൻ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, മാരത്തോണൊക്കെ ഉണ്ടാവില്ല. മാരത്തോൺ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ ഒരു മലയാളം ചോദ്യ ഡിസ്കഷനിൽ നമുക്ക് 1, 2, 3 മാർക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം? അപ്പോൾ ശരി, നമുക്ക് നോക്കണേ. കരി എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ആദ്യം തന്നെ ചിന്തിക്കുക, കരി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ബേസിക് ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം അല്ലേ. കരി എന്ന് പറഞ്ഞാൽ എന്താ? കരിവീരന്മാരൊന്നിച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം കരി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കൊമ്പനാനയാണ്. കരി ആരാണ്? കൊമ്പനാന. അപ്പോൾ പിന്നെ കൊമ്പനാനയുടെ എതിർലിംഗമായിട്ട് നമുക്കറിയാം കരുണി തന്നെ വരും. എന്താണ് കരുണി? അതായത് പിടിയാന. അപ്പോൾ കരി കൊമ്പനാണെങ്കിൽ പിടിയാന എന്ത് വരും? കരുണിയാണ്. അപ്പോൾ കരുണി ആയിരിക്കും അവിടെ ആൻസറായിട്ട് വരേണ്ടത്. ഇതൊക്കെ ഒരു തവണ കേട്ടാൽ തന്നെ നമ്മൾ ഈ ഒരു എതിർലിംഗത്തിലും പഠിച്ചു വെക്കണം. അതുപോലെ എന്തിലും പഠിച്ചു വെക്കണം? നമ്മുടെ അർത്ഥത്തിൽ, ശൈലിയിൽ. കരുണീ പ്രസവം എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. കരുണീ പ്രസവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വളരെ ദുർലഭമായി സംഭവിക്കുന്ന കാര്യം. എന്താണ്? ദുർലഭമായ കാര്യം, വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ കരുണീ പ്രസവം എന്ന് പറയുന്നത്. കരുണീ പ്രസവം. ഇനി നമ്രം. പാടാനൊന്നും പിച്ച് കിട്ടൂല, എന്നാലും ഞാൻ പാടും. നമ്ര ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. പാട്ടിൽ കേട്ടിട്ടില്ലേ? നമ്ര ശീർഷരായിട്ട് നിൽക്കുക. നമ്രം കുനിഞ്ഞത്, കുനിഞ്ഞത് അല്ലേ? കുനിഞ്ഞ ശിരസോടെ നിൽക്കുന്നു. കമ്ര നക്ഷത്ര കന്യകൾ. കമ്രത്തിന് 2 അർത്ഥമുണ്ട്. കൂട്ടമെന്നും മനോഹരമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സൗന്ദര്യം കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നക്ഷത്രങ്ങൾ നിങ്ങളെ നോക്കി തല കുനിക്കാറില്ലേ പലപ്പോഴും? എന്തുകൊണ്ടാ? നിങ്ങളെ സൗന്ദര്യം കണ്ടിട്ടാണ്. നക്ഷത്രങ്ങൾ തന്നെ പറയും, അയ്യോ എനിക്ക് നാണമാകുന്നു. അപ്പം അല്ലേ, അതിശയോക്തിയാണെന്നൊക്കെ തോന്നും, പക്ഷെ അതാണ് വാസ്തവം. നിങ്ങളുടെ സൗന്ദര്യം കണ്ടായിരിക്കും നക്ഷത്രം തല കുനിക്കുന്നത്. അതുകൊണ്ടാണ് കവി പാടിയത് നമ്ര ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകളെന്ന്. മനോഹരമായ നക്ഷത്ര കൂട്ടങ്ങൾ പോലും നിന്റെ സൗന്ദര്യം കണ്ട് തല കുനിച്ചു. ഉന്നമ്രം നിവർന്നത്. നമ്രം കുനിഞ്ഞത്, ഉന്നമ്രമോ നിവർന്നത്. പാട്ട് മനസ്സിലേക്ക് ആവാഹിച്ചെടുത്താൽ മതി. എക്സാം ഹാളിൽ ഇരുന്ന് ആവാഹിക്കാൻ പറ്റണം. അല്ലാതെ പാട്ടും പാടി അവിടെ കുറേ സമയം അങ്ങനെ ഇരിക്കരുത്. പെട്ടെന്ന് പാടുന്നു, നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നു, പാട്ടിൻ്റെ മൂഡിൽ നിന്നും പെട്ടെന്ന് പിന്നിലേക്ക് വരണം. ഇനി വളരെ പഴയത്, നന്നായിട്ട് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണിത്. കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ പൗരാണികമാണോ എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, പുരാണത്തെ സംബന്ധിക്കുന്നതാണ് പൗരാണികം. പുരാണത്തെ സംബന്ധിക്കുന്നത് പൗരാണികം അല്ലേ? ഇനി ഇതിഹാസത്തെ സംബന്ധിക്കുന്നതാണ് എന്ത്? ഐതിഹാസികം. ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം. ഋഷിയെ സംബന്ധിക്കുന്നതാണ് ആർഷം. യെസ്. അപ്പോൾ പിന്നെ പ്രാക്തനമാണ് ഇവിടുത്തെ ആൻസർ. അതായത് വളരെ പഴയത്. നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും പ്രാക്തന ഗോത്രവർഗം എന്നൊക്കെ. പ്രാക്തനത്തിൻ്റെ നേരെ വിപരീതം എന്താ മക്കളെ? അധുനാതനം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ക്ലാസ്സിൽ ലൈവ് കയറിയപ്പം ആരോ പറഞ്ഞു, ആദ്യത്താണെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു ബാബു നമ്പൂതിരിയുടെ ശബ്ദം പോലെ ഇരിപ്പുണ്ടെന്ന്. എന്ത് ചെയ്യാം, ചുമ വന്നുപോയി, ജലദോഷം വന്നുപോയി.
അത് നമ്മൾ ആ ശബ്ദ സൗകുമാരിയും ഒക്കെ പോയി തിരിച്ചു പിടിക്കണം. യെസ്. അപ്പം പ്രാക്തനം മനസ്സിലായോ? ഏറ്റവും പഴയത് പ്രാക്തനം, ഏറ്റവും പുതിയത് അധുനാതനം. അധുനാതനമായ ചിന്തകളെന്ന് പറഞ്ഞാൽ മോസ്റ്റ് മോഡേൺ. ഓക്കെ, ഏറ്റവും പുതിയത്. ഇനി അരയന്ന പ്രൗഢൻ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏതാണ്? അരയന്ന പ്രൗഢൻ. അരയന്നത്തിൻ്റെ പ്രൗഢൻ, അരയന്നമാകുന്ന പ്രൗഢൻ, പ്രൗഢനായ അരയന്നം, അരയന്നത്തിൻ്റെ പ്രൗഢി. യെസ്, ഇവിടെ നമുക്ക് പ്രൗഢനായ അരയന്നം. പ്രൗഢം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശ്രേഷ്ഠമെന്നാണ്. പ്രൗഢം, പ്രൗഢഗംഭീരമായ സദസ്സ, പ്രൗഢനായ അമ്മാവൻ. അമ്മാവന്മാരൊക്കെ നല്ല പ്രൗഢന്മാരായിരിക്കുമല്ലേ, ഭയങ്കര ശ്രേഷ്ഠഭാവത്തിൽ നടക്കുന്നവരല്ലേ. അപ്പം അതിൻ്റെ നേരെ വിപരീതമാണെങ്കിൽ ബാലിശം. ബാലിശം എന്ന് പറഞ്ഞാൽ ചൈൽഡിഷ്നെസ്, കുട്ടിക്കളി എന്നുള്ള അർത്ഥം. പ്രൗഢനായ അരയന്നമാണ് അരയന്ന പ്രൗഢൻ. അരയന്ന പീഡ പോലെ വന്നു. അരയന്നം എന്ന് പറഞ്ഞാൽ ഹംസം. ആ ഹംസം, മരാളം, ഹംസം ഒക്കെ എന്ത് തന്നെ? അരയന്നം തന്നെ. അപ്പോൾ പ്രൗഢനായ അരയന്നം, അതാണെന്ത്? അരയന്ന പ്രൗഢൻ. ഓക്കെ, അടുത്തൊരു വാക്യശുദ്ധി ചോദ്യമാണ്. പകൽ വന്നുപോയി, രാത്രി വന്നുപോയി, അവൾ ഉറങ്ങിയില്ല. ഇതിന് നമ്മൾ ഒറ്റപ്പദമാക്കുമ്പോൾ എന്നല്ല, ഒറ്റപ്പദമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒറ്റ വാക്യമാക്കുകയാണ്. ഒറ്റ വാക്യം. ഇവിടെ ഇപ്പം പല പല വാക്യങ്ങളായിട്ട് അല്ലെങ്കിൽ പല സ്പ്ലിറ്റ് ചെയ്ത് കിടക്കണ പോലെ റെപ്പിറ്റേഷനൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ റെപ്പിറ്റേഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ കൊടുക്കാം? പകൽ വന്നു പോയിട്ടും രാത്രി വന്നു പോയിട്ടും അവൾ ഉറങ്ങിയില്ല. പകൽ വന്നുപോയി, രാത്രിയും വന്നുപോയി, അവൾ ഉറങ്ങിയതേയില്ല. പകലും രാത്രിയും വന്നു പോയിട്ടും അവൾ ഉറങ്ങിയതേയില്ല. പകലും രാത്രിയും വന്നു പോയിട്ടും അവൾ ഉറങ്ങിയില്ല. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായല്ലേ ഡി ആണെന്ന്? യെസ്, പകലും രാത്രിയും വന്നു പോയിട്ടും അവൾ ഉറങ്ങിയില്ല. അതിപ്പോൾ ഉറങ്ങാത്ത കാര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ പരീക്ഷയോടനുബന്ധിച്ച് നമുക്കും ഉറങ്ങാൻ പറ്റത്തില്ല. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ടെൻഷൻ. അങ്ങനെ ആകരുത്, ടെൻഷൻ ആകരുത്. നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ട് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അല്ലാതെ ഉറങ്ങാതിരുന്ന് പഠിച്ചു അങ്ങനെയൊന്നും വേണ്ട. ഉറങ്ങിയിട്ട് പഠിച്ചാൽ മതി. അതുതന്നെ അത്യാവശ്യം നമ്മളെ മെമ്മറിയൊക്കെ നിൽക്കണേ ഉറങ്ങണ്ടേ. അപ്പം അവൾ എന്താണോ എന്തോ പകലും രാത്രിയൊക്കെ വന്നു പോയിട്ട് അവൾ ഉറങ്ങിയില്ലെന്ന് കൊതുകാരിക്കാം അല്ലേ പ്രശ്നം. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പകലും രാത്രിയും വന്നു പോയിട്ടും അവൾ ഉറങ്ങിയില്ല. അതാണ് കം ടു ദ പോയിന്റ്. വിഷയത്തിലേക്ക് വന്നാൽ അത്രയേ ഉള്ളൂ. റെപ്പിറ്റേഷൻ വേണ്ട. പകൽ വന്നു പോയിട്ടും രാത്രി വന്നു പോയിട്ടും അങ്ങനെയൊന്നും വേണ്ട. ഇനി ശരിയായ പദം ഏതാണ്? അപ്പോഴപ്പോൾ. അപ്പോഴപ്പോൾ, അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ, അപ്പോഴപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അപ്പോഴപ്പോൾ എന്ന് വേണ്ട, അപ്പോഴപ്പോൾ മതി. ഓക്കെ. പൂജക ബഹുവചനം ഏതാണ്? ഒരു വ്യക്തിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടി അർത്ഥം കൊണ്ട് ഏകവചനമായിരുന്നാലും ബഹുവചന പ്രത്യയങ്ങളായ അർ, കൾ ഇവ ചേർത്ത് നമ്മൾ പ്രയോഗിക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ പൂജക ബഹുവചനം ഇതിലേതാണെന്ന് നോക്കാം. ആചാര്യറാണ്. അപ്പോൾ ആ ആചാര്യർ ചേർത്തല്ലേ നമ്മൾ ദ്രോണാചാര്യർ, ശുക്രാചാര്യർ, ഭീഷ്മാചാര്യർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ആചാര്യർ എന്നത് പൂജക ബഹുവചനമാണ്. ഇപ്പം നിങ്ങളെ പേരിൻ്റെ ഒപ്പം വേണമെങ്കിൽ ആചാര്യർ ചേർത്തോളൂ. അനൂപാചാര്യർ. അതുപോലെ തന്നെ നമുക്ക് ഫൈസൽ ആചാര്യർ എന്നൊക്കെ പറഞ്ഞ് എന്താ എൻ്റെ അർത്ഥം? നിങ്ങൾ പൂജകരായി, നിങ്ങൾ ബഹുമാനിതരായി എന്നുള്ള അർത്ഥമാണ്. ആചാര്യനാണ് ആചാര്യർ എന്ന് അറിയപ്പെടുന്നത്. വേലക്കാർ, ശൂദ്രരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതിലെ ചാതുർവർണ്ണയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഈ മൂന്നിനെയും നമുക്ക് അലിംഗത്തിൽ പെടുത്താം. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആണുങ്ങളും ബ്രാഹ്മണ സമുദായത്തിലെ ആണും പെണ്ണും ചേരുന്നതാണ് ബ്രാഹ്മണർ. അതുപോലെ ക്ഷത്രിയർ, ഭരണമൊക്കെ നടത്തുന്ന രാജ കുടുംബത്തിലെ എല്ലാവരെയും ക്ഷത്രിയരെന്ന് പറയും. അലിംഗം തന്നെ. അപ്പം ഞാൻ എഴുതി തരട്ടെ, അത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയാലോ. ബ്രാഹ്മണർ, പല കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, ഗുരുവേ ബ്രാഹ്മണരെന്ന് പറയുന്നത് ശരിക്കും ഇതല്ലേ
സ്ത്രീ സലിംഗം വരൂലേ, ആണുങ്ങളല്ലേ? അല്ല, ആണിനെയും പെണ്ണിനെയും ചേർത്തിട്ടാണ് ബ്രാഹ്മണർ. അതേസമയം നമ്പൂതിരിമാർ എന്ന് പറഞ്ഞാൽ സലിംഗമാണ്, അന്തർജനങ്ങൾ സലിംഗമാണ്. അതേസമയം ബ്രാഹ്മണർ എന്നാണ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. ക്ഷത്രിയരും അലിംഗം തന്നെ. വൈശ്യരെന്ന് പറയുന്നത് ഈ പറഞ്ഞ അമ്പലവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വരും, വൈശ്യർ വിഭാഗത്തിൽ. പിന്നെ വരുന്നതാണ് ശൂദ്രർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം അലിംഗമാണ്, കൺഫ്യൂഷനൊന്നും വേണ്ട, അലിംഗം തന്നെ. ഓക്കെ, കാരണം ഇതിനകത്തു നിന്ന് നമുക്ക് ഒരു പുല്ലിംഗ രൂപത്തെയോ സ്ത്രീലിംഗ രൂപത്തെയോ വേർതിരിച്ചെടുക്കാനാവില്ല. ഇതൊരു കോമൺ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ആചാര്യരെ വരുള്ളൂ. മിടുക്കർ അല്ലെങ്കിലും അലിംഗം തന്നെ അല്ലേ? നമുക്ക് കാണുമ്പോഴേ അറിയാം. മിടുക്കരായ കുട്ടികൾ, മിടുക്കന്മാരെന്നോ മിടുക്കികൾ എന്നോ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ സലിംഗം ആയേനെ. പരീക്ഷാർത്ഥികൾ കൃത്യമായി ഹാളിലേക്ക് എത്തിച്ചേർന്നു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ്? നമുക്കറിയാം, പരീക്ഷാർത്ഥികൾ ഇങ്ങനെയല്ല എഴുതുന്നത്. പരീക്ഷയ്ക്കായി അർത്ഥിക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. അർത്ഥികൾ എന്ന് പറഞ്ഞാലോ താല്പര്യപ്പെടുന്നവർ, ആഗ്രഹിക്കുന്നവർ എന്നൊക്കെയുള്ള അർത്ഥം, അതിഷ്ടപ്പെടുന്നവർ എന്നൊക്കെയുള്ള അർത്ഥമാണ് പരീക്ഷാർത്ഥികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരീക്ഷാർത്ഥികൾ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശ്ലോകത്തിൽ കഴിക്കുക, ശ്ലോകം ചൊല്ലി കഴിക്കുക, ശ്ലോകത്തിലൂടെ കഴിക്കുക, ചുരുക്കുക, മെല്ലെ തീർക്കുക. പറയാനുള്ള കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായി മനോഹരമായിട്ട് നമ്മൾ സംഗ്രഹിച്ച് അഥവാ കൺക്ലൂഡഡ് പറയുക എന്ന് പറയും. കൺക്ലൂഡഡ് ഫോമിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺക്ലൂഡഡായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ സംഗ്രഹിക്കുക അഥവാ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഇതൊരു പരീക്ഷയുടെ ഓപ്ഷനിൽ ചുരുക്കുക എന്നല്ല പറഞ്ഞത്, സംഗ്രഹിച്ച് പറയുക എന്നാണ്. സംഗ്രഹിച്ച് പറയുക, അതാണ് ശ്ലോകത്തിൽ കഴിക്കുക. സംഗ്രഹ രൂപത്തിൽ അല്ലേ, ഒന്ന് കൺക്ലൂഡഡായിട്ട് പറയുക. ഇനി നോക്കണേ, കൂപമണ്ഡൂകം എന്നാൽ എന്താണ്? കൂപത്തിലെ മണ്ഡൂകമാണ്. കൂപം കിണറാണ്. കൂപം എന്താ? കൂപം കിണർ. അപ്പം അതിൻ്റെ ഉള്ളിൽ മണ്ഡൂകം. കൂപം മണ്ഡൂകമാണ്. മണ്ഡൂകം തവളയല്ലേ? അപ്പോൾ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തവരെന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ? അതായത് അല്പജ്ഞാനികൾ എന്നൊക്കെ നമ്മൾ പറയും. കൂപത്തിലെ മണ്ഡൂകമാണ്, കിണറ്റിലെ തവള, കൂപത്തിലെ മണ്ഡൂകം. ഓക്കെ, ഇത് തൽപുരുഷ സമാസം വരും. ഓക്കെ, ഇനി ശരിയായ രൂപം ഏത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് പിരിക്കുന്നത് ജീവത് പ്ലസ് ശവം എന്നാണ്. ജീവനുണ്ടെങ്കിലും ശവം പോലെ ഇരിക്കുന്ന അവസ്ഥ നമ്മൾ പറയും, ലിവിങ് ഡെത്ത് എന്ന് പറയും. അതായത് ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ, ശവം പോലെ ഇരിക്കുന്ന അവസ്ഥ. ചേർന്ന് ഇച്ഛയായി മാറും. ചേർത്തെഴുതുമ്പോൾ എന്താവും എന്നറിയാമോ? ജീവച്ഛവം എന്നാവും. ജീവത്ത് പ്ലസ് ശവമാണ് ജീവച്ഛവം എന്ന പദം കിട്ടുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഭയാശങ്കകൾ എന്ന പദം എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം? ചിലരെങ്കിലും ഭയത്താലുള്ള ആശങ്കയെന്നോ, ഭയമോ ആശങ്കയെന്നോ, ഭയത്തിൽ നിന്നുള്ള ആശങ്കയെന്നോ, ഭയവും ആശങ്കയെന്നോ പറയും. ഭയവും ആശങ്കയാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഫിയർ, ആശങ്കയെന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി. അപ്പോൾ ഭയവും ആശങ്കയും രണ്ട് തരത്തിലുള്ള വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയത്തിൽ നിന്നുള്ള ആശങ്കയെന്ന് പറയാൻ ആവില്ല. ഭയവും ആശങ്കയും. ഇപ്പം നിങ്ങളെ ഒറ്റയ്ക്ക് പകൽ പോലും ആളുകൾ പോകാനായിട്ട് മടിക്കുന്ന ഒരു ഹോണ്ടഡ് ഹൗസ്, ഒരു പിന്നെ പ്രേതമൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നു. അപ്പം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന വികാരം ഭയമാണല്ലേ? എന്ന് പിന്നെ അടുത്ത നിമിഷം യക്ഷിണി വരുമോ എന്തോ എന്നുള്ളൊരു ആശങ്ക. അവിടെ പേടിക്കപ്പുറം ആശങ്കയാണ്. ദൈവമേ, ഇനിയിപ്പോൾ എന്നെ വന്ന് പിടിക്കുമോ? ആശങ്ക. അപ്പോൾ ഭയവും ആശങ്കയും ചേരുമ്പോഴാണ് ഭയാശങ്കകൾ. അപ്പോൾ ഭയാശങ്ക വന്ന് നിങ്ങൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. അപ്പോൾ ഭയവും ആശങ്കയും ക്ലിയർ ആയില്ലേ? ഇപ്പോൾ
യെസ്. ഇനി നോക്കണേ, സുകൃതാമൃതം. ഇനി എന്താണ് സുകൃതം? സുകൃതം എന്ന് പറഞ്ഞാൽ എൻ്റെ ചുമ കൂടി പരീക്ഷയ്ക്ക് വരൂലേ. ചുമ ശ്രദ്ധം കേട്ടോണ്ടിരിക്കേണ്ട, ചുമ പരീക്ഷയ്ക്ക് വരൂല. നല്ല ഡോൾബി സിസ്റ്റത്തിൽ ചുമച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുകൃതം മോക്ഷമാണ്. അപ്പോൾ മോക്ഷമാകുന്ന അമൃതം നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ പറയാതെ ഹിമാലയ യാത്ര നടത്തിക്കളയും. അപ്പം നിങ്ങളോടിങ്ങനെ നിങ്ങളപ്പോൾ വൈറലാവും. വീട്ടിൽ പറയാതെ പോയി നിങ്ങളെ ഹിമാലയത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, സുഹൃതാമൃതം തേടിയുള്ള യാത്രയിലായിരുന്നു ഞാൻ. പത്രക്കാരൊക്കെ ഒന്ന് വളയുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, സുഹൃതാമൃതം നുണയാൻ പോയതാണ്. സുഹൃതാമൃതം നുണയുകയായിരുന്നു ലക്ഷ്യം. എന്താ സുഹൃതാമൃതം? സുഹൃതം മോക്ഷം. അപ്പം മോക്ഷമാകുന്ന അമൃതം, മോക്ഷം കിട്ടിയാൽ അത് അമൃതം പോലെയല്ലേ. യെസ്. അപ്പം സുഹൃത മോക്ഷമാണ്. കൈവല്യം എന്ന് പറയുവേ, കൈവല്യം മോക്ഷമാണ്. കൈവല്യമൊക്കെ മോക്ഷമാണ്. അപ്പം മനസ്സിലായില്ലേ? ഹിമാലയത്തിൽ നിൽക്കുന്നു, പത്രക്കാർ വളയുന്നു, എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ പറയണം സുഹൃതാമൃതം തേടി പോയത്. സുഹൃതം മോക്ഷം, മോക്ഷമാകുന്ന അമൃതം. അപ്പം സുഹൃതമാകുന്ന അമൃതം എന്ന് പറയണം. സെറ്റായോ? ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്നതിന് തുല്യമായ പദം കണ്ടെത്തുക. ആരാ ഭർത്തൃനിഷ്ഠ? ഇതിലൊക്കെ നമുക്കൊരു ദേഷ്യം വരും. എന്തെന്നറിയോ? പത്നീവ്രതന്മാരൊന്നുമില്ല, പതിവ്രതകളേ ഉള്ളൂ. പതിയോട് നമുക്ക് ഭയങ്കര നിഷ്ഠ. പതി വന്ന് കഴിച്ചാലേ നമ്മൾ കഴിക്കാവുള്ളൂ, പതി ഉറങ്ങിയാലേ നമ്മൾ ഉറങ്ങാവൂ, പതി കുളിച്ചാലേ നമ്മൾ കുളിക്കാവൂ. അങ്ങനെ പതിയെ കൺകണ്ട ദൈവം അങ്ങനെയൊക്കെ കണക്കാക്കുന്നതിനാണ്. ഇപ്പം പതിവ്രതകളൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. പതിക്ക് വേണമെന്നുള്ളപ്പം പതി കഴിച്ചോളും, പതിക്ക് ചൊറിയുമ്പം പതി കുളിച്ചോളും. അത് തന്നെ. പതിക്ക് ഉറക്കം വരുമ്പം പതി ഉറങ്ങിക്കോളും. ആരാ അപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ? അത് തന്നെ. പതി വരണതിന് മുമ്പ് നമ്മൾ കഴിക്കും നമ്മളെ പാർട്ട്, അത്രേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. എന്നാലും പണ്ടൊന്നും അങ്ങനെയല്ല. പതിയെ ഇങ്ങനെ ഭയങ്കര പാമ്പർ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ പതിവ്രതകൾ, പതിയിൽ ഭയങ്കര നിഷ്ഠയുള്ളവൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ പതിവ്രത എന്ന് പറഞ്ഞ്, അങ്ങനെയല്ല ഏകപത്നി, ഏകപതിവ്രതം, അതൊക്കെയാണ് ഈ പതിവ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്നിവ്രതൻ എന്ന് പറയുന്ന ഒരു എതിർലിംഗമൊന്നും അതിനകത്തില്ല. എന്തായാലും പതിവ്രതയാണ്. പതിവ്രത എന്ന പദം തെറ്റാണ്. സഹധർമ്മിണി ഭാര്യ എന്നുള്ള അർത്ഥം തന്നെ. ഇനി തെറ്റായ പദം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി 2 തെറ്റുണ്ട്. ജീവച്ഛവം ഇങ്ങനെയല്ല, ജീവച്ഛവം ഇങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ വിമ്മിട്ടവും സമ്രാട്ടും ശരി തന്നെയാണ്. മുഖാന്തിരവും ഇങ്ങനെയല്ല, മുഖാന്തരം എന്നാണ് വേണ്ടത്. മുഖാന്തരം മീൻസ് മുഖേന. അനൂപ് മുഖാന്തരം കൊടുത്തുവിട്ടു, അനൂപ് മുഖാന്തരം പറഞ്ഞറിയിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ മുഖാന്തരം എന്നതിന് എന്തർത്ഥമുണ്ട്? മുഖാന്തരത്തിന് മുഖേന, അവൻ മുഖേന, മുഖേന എന്ന് നമ്മൾ പറയത്തില്ലേ, അവനോട് പറഞ്ഞു വിട്ടു എന്നുള്ള അർത്ഥത്തിൽ മുഖേന എന്ന് പറയും നമ്മൾ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷേ PSCക്ക് പറ്റിയൊരു തെറ്റാണത്. മുഖാന്തിരം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റിച്ചിട്ടുണ്ട്. ഇനി തവള എന്ന പദത്തിൻ്റെ പര്യായ പദം ഇതിനകത്ത് ഗർദ്ധപം നമുക്കറിയാം, കഴുതയാണ്. വാരണം, വാരണം എന്താണ്? ആന. വാരണം ആണാനയാണ്, പെണ്ണ് വാരിണിയാണ്. വാരിണിയാണ് പിടിയാന. വാരിണി പിടിയാന. വാരണം കൊമ്പനാനയാണ്. കമട്ടം എന്താ? കമട്ടം ആമയാണ്. ആമ. കച്ചപമെന്നും ആമയ്ക്ക് പറയും. കച്ചപം എന്ത് തന്നെ? ആമ തന്നെ. ദർദുരം തവള. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പുൽ, അങ്ങനെ പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പം ദർദുരം തവളയാണ്. പേഗം തവളയാണ്. പിന്നെ മണ്ഡൂകം തവളയാണ്. കൂപമണ്ഡൂകം പഠിച്ചില്ലേ? യെസ്. പ്ലവം, ശാലു ഒക്കെ എന്ത് തന്നെ? തവള. തവളയുടെ പര്യായമാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഉള്ളത്, അസറ്റ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉള്ളത് എന്നുള്ള അർത്ഥമാണ് ആസ്തിക്യം വരുന്നത്. അതിന് നേരെ വിപരീതമാണ് നാസ്തിക്യം. അപ്പോൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആസ്തി എന്ന് പ്രയോഗിക്കും. അതിന് നേരെ വിപരീതമായിട്ട് നാസ്തി.
ആസ്തി നാസ്തി. അപ്പോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ നമ്മൾ ആസ്തികൻ എന്ന് പറയും. എന്ത് പറയും? ആസ്തികൻ. അതിന് നേരെ വിപരീതമാണ് നാസ്തികൻ. തീസ്റ്റ് ആൻഡ് എത്തിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. ഇനി ഉൽപ്പത്തിഷ്ണു, ഭയങ്കര ഫോർവേഡായിട്ടുള്ളത്, പ്രോഗ്രസീവായിട്ടും ഫോർവേഡായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഉൽപ്പത്തിഷ്ണു എന്ന് പറയുന്നത്. ഉൽപ്പത്തിഷ്ണുവിൻ്റെ നേരെ വിപരീതം യാഥാസ്ഥിതികനാണ്. ഇവിടെ ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതൊന്നുമല്ല എടുക്കാം. ഉൽപ്പത്തിഷ്ണുവിൻ്റെ വിപരീതമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആസ്തിക്യത്തിൻ്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. വിപരീതം. ഓക്കെ. അപ്പോൾ ഇവിടെ ഉദാരൻ എന്നൊരു പദം കണ്ടോ? ഉദാരൻ, എന്തും കാര്യമായിട്ട് സംഭാവന ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഉദാരൻ. അതിൻ്റെ നേരെ വിപരീതം കൃപണൻ, പിശുക്കൻ, ഒന്നും കൊടുക്കത്തില്ല. കൃപണൻ്റെ സ്വഭാവം അല്ലേ? അപ്പോൾ അങ്ങനെ കൃപണനെ പോലെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ആർക്കും ഷെയർ ചെയ്യാത്ത സ്വഭാവത്തിനെയാണ് കൃപണൻ എന്ന് പറയുന്നത്. ഇനി ഊർജ്ജസ്വലനാണെങ്കിലോ അലസൻ. ഊർജ്ജസ്വലൻ അലസനാണ്. അലസഭാവം, അലസ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയും. അപരാധിയോ നിരപരാധി. അപരാധി എന്താ? നിരപരാധി. അപരാധി, നിരപരാധി. ഇനി പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നമ്മൾ പറയത്തില്ലേ, അയ്യോ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പമ്പരം ചുറ്റിയിരുന്നു. മുമ്പ് നമ്മൾ പഠിക്കാതൊക്കെ പോയി പരീക്ഷ എഴുതിയ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഏറ്റവും ചിട്ടയോടുകൂടിയ പഠനം, പ്രത്യേകിച്ച് എൻ്റെ സൈലത്തിലുള്ള മക്കൾ മാത്രമല്ല, നമ്മൾ എന്നെ ഫോളോ ചെയ്യണില്ല. മലയാളത്തിന് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സൊക്കെ പഠിക്കണേ എൻ്റെ മക്കളൊന്നും ഇപ്പോൾ പമ്പരം ചുറ്റൂല. പണ്ടൊക്കെ കൂട്ടിയെടുത്തൊക്കെ വായിച്ചൊക്കെ വരുമ്പോഴേക്കും ഒരു സമയം കഴിഞ്ഞിരുന്നു. മലയാളം നമ്മൾ ഒന്നും അറിഞ്ഞൂടാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ടെലഗ്രാമിലൊക്കെ എത്ര വർഷം കൊണ്ടാണ് രാത്രി 10 മാർക്കിന് നമ്മുടെ സജീസ് മലയാളം ടെലഗ്രാം ചാനലിലൊക്കെ നമ്മൾ പോൾ ചെയ്തു തുടങ്ങിയത്. സൈലത്തിൻ്റെ തന്നെ ഫാക്കൽറ്റി ചാനലാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, സൈലത്തിലൊക്കെ ME ബാച്ചിലൊക്കെ വന്ന് മക്കൾ പഠിച്ചു തുടങ്ങി. അല്ലെങ്കിൽ തന്നെ ടെലഗ്രാമിലൂടെയൊക്കെ അവർ മലയാളം കുറച്ചുകൂടി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ അടുത്തൊരാളുണ്ട് എന്നൊക്കെയുള്ള, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യമൊന്നും വരില്ല. കാരണം അവർ നമ്മളെ ആശ്രയിക്കുന്നുണ്ടല്ലേ, ആ സ്നേഹം കൊണ്ടല്ലേ ചോദിക്കണേ. ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടെയല്ലേ ചോദിക്കണത്. അപ്പോൾ അതൊക്കെ കൊണ്ട് കുട്ടികൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് തന്നെ ചിന്തിക്കണം. എപ്പോഴും ചോദ്യങ്ങൾ അധ്യാപകരോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മലയാളമൊക്കെ അങ്ങനെ ചോദിച്ച് മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ മാർക്ക് ചില മക്കളൊക്കെ ഒന്ന് പറയും 6, 5 കിട്ടിയിരുന്നുള്ളൂ ഗുരു. ഇപ്പം അങ്ങനെയൊന്നും അല്ല. മലയാളമൊക്കെ പഠിച്ചൊന്ന് സെറ്റായി, മാതൃഭാഷയല്ലേ, പേടിയൊക്കെ മാറി മലയാളത്തിനോട് നന്നായി പ്രാക്ടീസ് ചെയ്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ 9, 10 ആ റേഞ്ചിലേക്ക് ഉയരാൻ പറ്റുന്നുണ്ട് അത്രേ. അതൊക്കെ കേൾക്കുമ്പോൾ ആസ് എ ടീച്ചർ ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദമൊന്നുമില്ലാതെയും ചുമയായിട്ടൊക്കെ ഇരുന്നിട്ടും ക്ലാസ്സിന് വന്നത്. ഒരു യൂട്യൂബ് ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ യൂട്യൂബ് ഹെഡ് ചോദിച്ചു, പറ്റുമോ? ആവോ? ശബ്ദമില്ലല്ലോ. ഞാൻ അതൊരു വിഷയമൊന്നുമല്ല. 2, 3 മാർക്ക് കുറച്ച് സമയം അല്ലേ, വെറും അരമണിക്കൂർ ഒരു ക്ലാസ്സിൽ നിന്ന് 2, 3 മാർക്ക് അപ്കമിങ് എക്സാമിന് നമുക്ക് വരുവാണെങ്കിൽ അതുതന്നെയാണ് ഒരു വലിയ കാര്യം. നമ്മുടെ യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്ന സൈലത്തിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് 2 മാർക്ക് കിട്ടിയാൽ ഞാനും കൃതാർത്ഥയായി. അതെ, അപ്പോൾ കിട്ടട്ടെ. യെസ്. ഇനി അപ്പോൾ പമ്പരം ചുറ്റുക നമുക്കറിയാം കഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ അവിടെ നിന്ന് കഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തെ നമ്മൾ പറയും പമ്പരം ചുറ്റുക, പമ്പരം ചുറ്റിക്കുക, പമ്പരം ചുറ്റുക എന്നൊക്കെ പറയും. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ പണ്ട് നമ്മളെ ടീച്ചേഴ്സൊക്കെ നമ്മളെ അടുത്ത് വിളിച്ചിട്ട് പറയും, എന്തിനാടാ സങ്കടപ്പെടുന്നത്, എന്തിനാടി സങ്കടപ്പെടുന്നത്, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പൗലോ കൊയിലോ പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊരു കാര്യം നേടണമെന്ന് ചിന്തിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളെ കൂടെ നിൽക്കും. ശരിയാണ്. നമ്മൾ ചിലപ്പോൾ ഒന്നിൻ്റെയും പാർട്ടല്ലെങ്കിൽ കൂടി അവരൊക്കെ നമ്മൾ ആരോ ആണെന്ന് തോന്നുന്ന ഒരു ഫീല് വരില്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരിക്കലും പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികളൊക്കെ നമ്മളടുത്ത് അങ്ങനെ ഇടപഴകുന്നത് കാണുമ്പോൾ തോന്നും ഈ ലോകം മുഴുവനും നമ്മളെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ വരും. അതൊരു ധൈര്യമല്ലേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. കാക്കയും വന്നു പനമ്പഴവും വീണു എന്ന് പറഞ്ഞാൽ ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ഇറ്റ്സ് എ കോ ഇൻസിഡൻസ്. ഒരു പനയിൽ വന്ന് കാക്കയിരിക്കും, അപ്പോൾ ഇങ്ങനെ ഒരു പനമ്പഴം അപ്പോൾ വീഴും. നമ്മൾ പറയില്ലേ ചക്ക വീണ് മുയൽ ചത്തുന്ന്. ഇതിന് തന്നെ പറയുന്നൊരു പേരുണ്ട്, കാകതാലീയ ന്യായം. എന്താണ് കാകതാലീയ ന്യായം?
കാകതാലീയ ന്യായം എന്ന് പറഞ്ഞാൽ ഈ കാരണമല്ലാത്തതിനെ കാരണമാക്കി പറയുക. കാക്ക ഒരു താലവൃക്ഷത്തിൽ വന്നിരുന്നു. താലവൃക്ഷം എന്താണ്? പന. അപ്പോൾ താലീയം എന്താണെന്നറിയാമോ? പനങ്കായയാണ്, പനമ്പഴമാണ്. അപ്പോൾ കാക്ക വന്നിങ്ങനെ പനയിൽ വന്നിരുന്നപ്പോൾ പനങ്കായ താഴെ വീണു. അപ്പം പറയുകയാണത് ഞാൻ വന്നിരുന്നത് കൊണ്ട് കണ്ടോ താഴെ വീണത്. അതാണ് കാകതാലീയ ന്യായം. കാരണമല്ലാത്തതിനെ കാരണമാക്കി പറയുക. ഇവിടെ എഴുതിത്തരാം. കാരണമല്ലാത്തതിനെ കാരണമാക്കി പറയുക. കാരണമല്ലാത്തതിനെ കാരണമാക്കി പറയുക. ഇനി ഐകമത്യം, മഹാബലം നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐക്യമത്യം എന്ന പദം ഇല്ല. ആക്ച്വലി ഐക്യമത്യം തെറ്റാണ് അല്ലേ? എന്താ വേണ്ടേ? ഐകമത്യമാണ് ശരി. ഐകമത്യം മീൻസ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പം ഐകമത്യം, മഹാബലം, യൂണിറ്റി, സ്ട്രെങ്ത്. ഒരുമയുണ്ടെങ്കിലേ എന്ത് നടക്കും എന്നുള്ളത്. ഇനി ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ലുക്ക് ബിഫോർ യു ലീപ്പ്. ക്രമത്തിന് പ്രവർത്തിക്കണമെന്ന് പറയും. എന്താ? ക്രമത്തിന് പ്രവർത്തിക്കുക എന്ന് പറയും. അതായത് ലുക്ക് ബിഫോർ യു ലീപ്പ്, ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. ഇരിക്കുക എന്നുള്ളതാണ് ആദ്യ പ്രോസസ്സ്, പിന്നെ കാല് നീട്ടുക. ഓരോന്നിനും ഓരോ ക്രമമുണ്ട് എന്നുള്ള അർത്ഥം. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. തെരഞ്ഞെടുപ്പാണ്. പലപ്പോഴും മക്കൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, തിരയാണോ തെരയാണോ? ഇലക്ഷൻ ആയാലും സെലക്ഷൻ ആയാലും നമുക്ക് എന്തു മതി? തിരയാണ് ശരി. തിരഞ്ഞെടുപ്പല്ല, തിരയാണ് ശരി. തിരയുക എന്ന പദം ആക്ച്വലി ഇല്ല. തിരഞ്ഞ് എടുക്കൽ. അത് മേ ബി ഇലക്ഷനും ആവാം, അല്ലെങ്കിൽ സെലക്ഷനും ആവാം. ബട്ട് തിരഞ്ഞെടുപ്പാണ് ശരി. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു. രാപ്പകലില്ലാതെ, രാവും പകലും ആണല്ലോ അഹോരാത്രം, രണ്ടും കൂടി വേണ്ട. അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. ഇവിടെ PSCക്ക് ഒരു തെറ്റുണ്ട്. രാപകൽ എന്ന് മതി. ദ്വന്ദ്വ സമാസം, രാവും പകലുമാണ് രാപകൽ. ഇനി അയാൾ അഹോരാത്രം മുഴുവൻ തെറ്റ്. അയാൾ രാവും പകലും അഹോരാത്രവും തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ശരി. പക്ഷെ PSCക്ക് ഒരു തെറ്റുപറ്റി. രാപ്പകലല്ല, രാപകൽ. ഇനി താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ഒറ്റയായ പദം. ആനന മുഖമാണ്, ആസ്യമുഖമാണ്, വക്രമുഖമാണ്. ആമ്രമോ? മാവിനെയാണ് എന്ത് പറയുന്നത്? മാവിൻ്റെ പര്യായം നോക്കൂ. ആമ്രം, ചൂതം, മാകന്ധം, രസാലം. ഇതെല്ലാം എന്ത് തന്നെ? മാവ് എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അപ്പം ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെട്ടത്. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് മലയാളത്തിലെ അപൂർവമായ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരും. ശബ്ദധാരാവലിയിൽ നിന്നും പദകോശത്തിൽ നിന്നൊക്കെയുള്ള പുതിയ പദങ്ങളൊക്കെ കണ്ടെടുത്ത് ശൈലി നിഘണ്ടുവിൽ നിന്നും കുറച്ച് പുതിയ ശൈലികളൊക്കെ ആയിട്ട് സൈലം PSCയുടെ യൂട്യൂബ് ചാനൽ മറ്റൊരു മലയാള ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയുള്ളത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻസ് ആയിട്ട് തന്നെ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പാടുള്ളൊരു പ്രത്യേക ടോപ്പിക്കിൻ്റെ ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ആണ് ആവശ്യമെങ്കിൽ അത് കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഫോർ എക്സാമ്പിൾ ശൈലിയുടെ വേണോ, പരിഭാഷയുടെ വേണോ, പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തിൻ്റെ ഒരു കംപ്ലീറ്റ് മാരത്തോൺ പോലെ. അങ്ങനെ മാരത്തോൺ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 10-20 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ അങ്ങനെ വേണോ, ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.